ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ്. ഇപ്പം നല്ല മഴയൊക്കെ തുടങ്ങി. ഒരു ദിവസം എത്ര പ്രാവശ്യം അറിയാം ചിന്ന് മഴ വരുന്ന നല്ല തണുപ്പുണ്ട് അല്ലേ ഫ്രണ്ട്സ്. 2 മാസം മുമ്പൊക്കെ എന്തോ ഒരു ചൂടായിരുന്നു അല്ലേ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, അല്ലാ മഴ വരണേ മഴ വരണേന്ന്. ഇപ്പം മഴ വന്നപ്പോഴും ഓരോ അപകടങ്ങളാണ്. ഓരോ ഭാഗങ്ങളിൽ മണ്ണിടിച്ചലും അവിടെ ഉരുള് പൊട്ടലും എന്തൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ്, ഭയങ്കര ഒരു ന്യൂസാണല്ലേ അർജുൻ. അതൊക്കെ എന്താല്ലേ, ഭയങ്കര സങ്കടമാവണം ആ ഓരോ കാര്യങ്ങളൊക്കെ പേപ്പറിൽ. എന്തൊക്കെയാണ് ഉരുൾപൊട്ടലും, ഓരോ മണ്ണിൻ്റെ ഉള്ളിലല്ലേ കിടക്കണ ഒരു ജീവൻ കിടക്കണ. എന്താ ചെയ്യുക, നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ ഫ്രണ്ട്സ്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ എത്ര സങ്കടമാവണം. അപ്പോൾ എന്താ പറയുക. അപ്പോൾ ആർക്കും ഒരു നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരുടെയും കാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, വേറെ എന്താ ചെയ്യുക അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു ചക്ക കിട്ടി കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നും ചക്ക കിട്ടി, ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ചക്ക കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള ചക്കയൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചക്കയെല്ലാം കിട്ടിയോ ഫ്രണ്ട്സ്? അപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു ചക്ക റെസിപ്പി ഉണ്ടാക്കുന്നതും ചക്ക കട്ട് ചെയ്യുന്നതും ചക്ക ഇങ്ങനെ കാണിക്കുന്നതും എല്ലാം. പക്ഷേ എല്ലാവർക്കും ചില ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ കഴിക്കാൻ. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലേ അല്ലേ, ഓരോന്ന് കാണുമ്പോൾ കഴിക്കണം തോന്നുമല്ലോ. അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ. അപ്പം നമുക്കിതാ കിട്ടിയപ്പോൾ ഇക്കതാ ചക്കയൊക്കെ കട്ട് ചെയ്ത് ചുളയൊക്കെ പിടുങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മൂക്കെന്നാ പറയുക കേട്ടോ ഫ്രണ്ട്സ്. മേലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അതിനെ മൂക്ക് പറയും. നിങ്ങൾ എന്ത് പറയും എനിക്കറിയില്ല കേട്ടോ, കമൻറ്റ്സ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കറിയാത്തൊക്കെ നമ്മൾ നമ്മുടെ ഭാഷയിൽ അറിയുന്നതൊക്കെ പറയുന്നു. നിങ്ങളുടെ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ മൂക്ക് പറയും. മൂക്കൊക്കെ കട്ട് ചെയ്ത് ചുളയൊക്കെ പിടുങ്ങിയിട്ട് നമ്മൾ കഴിക്കും. നല്ല മധുരമുണ്ട്. പിന്നെ ഇക്കാൻ്റെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ, കൂടെ ഇരുന്നിട്ട് ചുളയൊക്കെ ഇങ്ങനെ പിടുങ്ങാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുള പിടുങ്ങാൻ ഇങ്ങനെ പിടുങ്ങി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്കാൻ്റെ അമ്മക്ക്. അപ്പം ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓടി വരും, ഇങ്ങനെ വീഡിയോ എടുക്കും, എന്നിട്ട് ചുള ഓരോന്ന് കഴിക്കും, എന്നിട്ട് ഓടിപ്പോവും. എനിക്ക് അടുക്കളയിൽ ജോലി ഉള്ളതല്ലേ. അപ്പോൾ 2 പേരും കൂടി ഇരുന്നിട്ട് ചക്കയൊക്കെ പിടുങ്ങണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പിന്നെ ചക്ക റെസിപ്പി, ചക്ക വരട്ടുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി. പിന്നെ ചക്ക നമുക്ക് ഇങ്ങനെ വരട്ടി വെച്ചാൽ എന്താ പറയുക, ബ്രെഡിന് കഴിക്കുക, ചപ്പാത്തിക്ക് കഴിക്കുക, വെറുതെ കഴിക്കുക, എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതാ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം വെറുതെ കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ ചക്കയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വരട്ടിയൊക്കെ വയ്ക്കാം കേട്ടോ. വരട്ടുന്ന വീഡിയോ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. പിന്നെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ചക്ക വരട്ടുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഫ്രണ്ട്സ്. ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചക്ക വരട്ടാൻ അറിയാത്തവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടോ. മഴ സമയത്ത് നമുക്കിങ്ങനെ ചൂടോടെ കഴിക്കാൻ ഒരു ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ എണ്ണക്കടി, ബജ്ജി, ബോണ്ട ഇതൊക്കെയാണല്ലോ നമുക്ക് മഴ സമയത്ത് കഴിക്കാൻ തോന്നുന്നത് ഇല്ലേ ഫ്രണ്ട്സ്. ചൂടോടെ എന്തെങ്കിലും കിട്ടണം അല്ലേ, എന്തെങ്കിലും കിട്ടണം. ഒരു ഈവനിങ് സമയത്ത് ഒരു ഗ്ലാസ് ചായക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വാഴക്ക ബജിയും മുട്ട ബജി എല്ലാം ഉണ്ടാക്കി, പക്ഷേ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം എൻ്റെ ചാനലിൽ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. കുറച്ച് മുട്ട ബജിയും വാഴക്ക ബജിയും കുറച്ചുണ്ടാക്കി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്നാക്സ് വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, സ്നാക്സ് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കുക്കിംഗ് ആദ്യമായിട്ട് പഠിച്ചു വരുന്നവർക്കും ഇതുപോലെ ഒന്നും അറിയാത്തവർക്കൊക്കെ ഇതുപോലെയൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും കാണുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ചെറിയൊരു കിണികിണി ഉണ്ടല്ലോ, അതൊക്കെ തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ കണ്ടല്ലോ സ്നാക്സ്.
നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ മഴ സമയത്താണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുന്നത് കേട്ടോ. ചൂടുള്ള സമയത്ത് ചൂടോടെ കഴിക്കാൻ തോന്നില്ലല്ലോ. മഴ സമയത്താണ് നമ്മൾ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കാപ്പി കുടിക്കുമ്പോൾ ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.